Hello? Good afternoon, Jasmine. Good afternoon, teacher. Good afternoon. ജാസ്മിൻ, നമുക്ക് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ആരെങ്കിലും കൂടി ജോയിൻ ചെയ്യുന്നുണ്ടോ എന്നറിയണം കേട്ടോ. Okay, teacher. And online based platforms. നേരത്തെ ട്രീസ ടീച്ചർ ക്ലാസ്സിൽ ജാസ്മിൻ മാത്രം ഉണ്ടായുള്ളൂ? എന്താ ടീച്ചർ? ട്രീസ ടീച്ചറിന്റെ ക്ലാസ്സിൽ ജാസ്മിൻ മാത്രം ഉണ്ടായുള്ളൂ? ഇല്ല ടീച്ചർ, ഷാരോണും തുഷാരയും ഉണ്ടായിരുന്നു. അതല്ലേ? ചിലപ്പോ വെള്ളം കുടിക്കാനോ അങ്ങനെ എന്തെങ്കിലും പോയതായിരിക്കും. ടീച്ചർ ഇന്നലെ ടീച്ചറിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. എന്താണ്? ടീച്ചറിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ഇന്നലെ നിങ്ങൾക്കായിരുന്നില്ലല്ലോ. ഓക്കെ ടീച്ചർ. ഇന്നലെ ഉണ്ടായില്ലേ ജാസ്മിൻ? ഇല്ല ടീച്ചർ, ഇന്നലെ അറ്റൻഡ് ചെയ്തോ? ഇല്ല ടീച്ചർ, ഇല്ല. ഇല്ല. Publicity, direct marketing and cyber. ഇത്രയും മതി. അതിന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കുറച്ച് സമയം കൂടി നോക്കാട്ടോ ജാസ്മിൻ. ഓക്കെ ടീച്ചർ. കണ്ടില്ല. കാണാതായ പോലെ എനിക്ക് തോന്നുന്നു. നമ്മളെ ഏത് ചാപ്റ്റർ എടുത്തോണ്ടിരിക്കുന്നതെന്ന് ഓർമ്മയില്ല ഷാരോണ്? ഷാരോൺ വന്നു. ഒരാൾ കൂടി വന്നു. നമുക്ക് അന്ന് തുടങ്ങാലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? The former class we have studied about distributive pronoun, പിന്നെ indefinite pronoun. ജാസ്മിൻ ഉണ്ടായില്ല, ക്ലാസ്സിൽ ഉണ്ടായില്ലേ ജാസ്മിൻ? പിന്നെ എന്തൊക്കെ പ്രോണൗൺ പഠിച്ചു? ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ അല്ലേ? demonstrative pronoun, indefinite pronoun, distributive pronoun.
അല്ലെ? ഈ 3 പ്രോണൗൺസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? ഞാൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായോ നിങ്ങൾക്ക്? ഒന്നും തന്നില്ലേ? തന്നിട്ടുണ്ടായില്ലേ? ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടായില്ലേ? നോട്ടിൽ നോക്കിയാൽ മതി. തന്നിരിക്കുന്ന നോട്ട് ഒന്ന് നോക്കിയാ മതി. എന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയോ? അല്ല, അത് അപ്പോഴത്തന്നെ അന്ന് തന്നെ പറഞ്ഞു. അന്ന് തന്നെ പറഞ്ഞോ നമ്മള്? അന്നേരം ഒന്ന് പറഞ്ഞ ഓരോ വിദ്യാർത്ഥിയും അതിലേ തന്നത് each student writes very well. നന്നായി എഴുതാറുണ്ട് എന്ന് തന്നു അല്ലേ? ഇതെങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും നമ്മള് ഇംഗ്ലീഷിലേക്ക്? Each student writes very well. Each student writes very well. ഇനി നമ്മളത് പറഞ്ഞല്ലേ ഓരോന്നോരോന്നായിട്ടല്ലേ? ഞാൻ ഓർക്കണുണ്ട്. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്തത് റെസിപ്രോക്കൽ പ്രോനൗൺ. These reciprocal pronouns that express mutual relationship, പരസ്പര ബന്ധങ്ങളെ കുറിച്ചാണ് അല്ലെ? മ്യൂച്വൽ റിലേഷൻഷിപ്പ് ആണ് ആരിവിടെ ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്? റെസിപ്രോക്കൽ പ്രോനൗൺ ചെയ്യുന്നത്. റെസിപ്രോക്കൽ എന്നൊക്കെ പറഞ്ഞാൽ ആപേക്ഷികമായിട്ടുള്ളത് കേട്ടോ. ആപേക്ഷിക സിദ്ധാന്തം എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? കേട്ടിട്ടില്ലേ? ആരും കേട്ടിട്ടില്ല. ആപേക്ഷികമല്ല കേട്ടോ, അത് റിലേറ്റീവ് ആണ് കേട്ടോ. തെറ്റിപ്പോയി. റെസിപ്രോക്കൽ പ്രോനൗൺ. ദാറ്റ്സ് റെസിപ്രോക്കൽ പ്രോനൗൺ മീൻസ് മ്യൂച്വൽ റിലേഷൻഷിപ്പ്. എന്താണ് മ്യൂച്വൽ റിലേഷൻഷിപ്പ്? എന്താണ് മ്യൂച്വൽ റിലേഷൻഷിപ്പ് ആണ് എന്തെന്ന് പറയുന്ന റെസിപ്രോക്കൽ പ്രോനൗൺ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഈച്ച് അതർ, അതായത് അന്യോന്യം. കേട്ടിട്ടില്ലേ അന്യോന്യം എന്നൊക്കെ? മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ അല്ലെ? ഒരു ക്യാപ്ഷൻ മെയ്ഡ് ഫോർ ഈച്ച് അതർ അല്ലെ? അന്യോന്യം. ഇനി വൺ അനദർ. വൺ അനദർ എന്ന് വെച്ച് കഴിഞ്ഞാല് പരസ്പരം അല്ലെ? വൺ അനദർ പരസ്പരം. അപ്പൊ ഈ രണ്ട് വേർഡ്സിന്റെയും മീനിങ്സ് ഒന്ന് നിങ്ങൾ നോക്കി വെക്കുക. ഈച്ച് അതർ ആൻഡ് വൺ അനദർ അല്ലെ? ഈച്ച് അതർ മീൻസ് എന്താ ഷാരോൺ? ഈച്ച് അതർ എന്ന് വെച്ചാല് അന്യോന്യം. വൺ അനദർ എന്ന് വെച്ചാൽ എന്താ ജാസ്മിൻ? പരസ്പരം. ജാസ്മിൻ പരസ്പരം കേട്ടോ. അങ്ങനെ ഈച്ച് അതർ യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ഫോർ ടു. രണ്ട് പേരാണെങ്കില് യൂസ്ഡ് ഫോർ 2 പേഴ്സൺസ് ഒക്കെ ആണെങ്കില്, രണ്ട് പേരാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈച്ച് അതർ അല്ലെ? ഈച്ച് അതർ എന്ന് യൂസ് ചെയ്യാം. ഒന്നിൽ കൂടുതലാണെങ്കിലോ യൂസ്ഡ് ഫോർ മോർ ദാൻ 2 ആണെങ്കില്, രണ്ടിൽ കൂടുതലാണെങ്കില് എന്ത് ഉപയോഗിക്കാം? നമുക്ക് വൺ അനദർ ഉപയോഗിക്കാം. മനസ്സിലായോ? ഏതൊക്കെ സ്ഥലത്താണ് നമുക്ക് ഈ യൂസ്ഡ് എന്താണ് ഈ ഈച്ച് അതറും വൺ അനദർ ഉപയോഗിക്കാൻ സാധിക്കുന്നത്? യൂസ്ഡ് for more than
2 ആണെങ്കിൽ if more than 2 അല്ലേ, more than 2 are here, then which pronoun will be used here? One another. One another. Okay, very good. അല്ലേ, if used for 2 അല്ലേ, എന്താണ്, 2 പേരാണെങ്കിൽ if there are 2 persons അല്ലേ, then we can use Each other. each other. Okay. We help one another ആണോ each other ആണോ? Each other. ആണ് ബി അല്ലേ. അപ്പൊ ബി എന്ന് പറയുമ്പോഴ് 2 പേരാണ്, എന്താണ്, ഒന്നിൽ കൂടുതൽ പേരൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അല്ലെ ബിയില് അല്ലെ. 2 പേരെന്നല്ല, ഒന്നിൽ കൂടുതലൊക്കെ വരാം അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? One another. അല്ല, വൺ അനദർ എന്നും ചേർക്കാം. വൺ അനദർ എന്ന് ഒരു കണ്ടീഷനിൽ നമ്മൾക്ക് ചേർക്കാം. ഇനി അതായത് ഞങ്ങൾ പരസ്പരം സഹായിക്കുന്നു അല്ലെ, ആ മീനിങ് കിട്ടാൻ വേണ്ടി, ഞങ്ങൾ പരസ്പരം സഹായിക്കുന്നു എന്നുള്ള മീനിങ് കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? വി ഹെൽപ് വൺ അനദർ ഉപയോഗിക്കാം. ഓക്കെ ആയോ? ഇനി ഞങ്ങൾ അന്യോന്യം സഹായിക്കുന്നു എന്നാണെങ്കിലോ, അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേരുള്ളൂ എന്ന് വിചാരിക്കാം അല്ലെ. അങ്ങനെയാണെങ്കിലാ ഈ വീൽ അങ്ങനെ വരാലോ, 2 പേരുള്ളപ്പോഴും വി എന്ന് ഉപയോഗിക്കാം അല്ലെ, അതിൽ കൂടുതലുള്ളപ്പോഴും വി ഉപയോഗിക്കാം അല്ലെ. ഇവിടെ പറയണത് ഞങ്ങൾ പരസ്പരം സഹായിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര പേരുണ്ടെന്ന് അറിയില്ല, അപ്പോ എന്താണ്, നമുക്ക് വൺ അനദർ ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ പറയുന്നു ഞങ്ങൾ അന്യോന്യം സഹായിക്കുന്നു, അന്യോന്യം എന്നുള്ള വേർഡ് വന്നിരിക്കുന്നു അല്ലെ. അപ്പൊ എന്ത് ഉപയോഗിക്കണം? Each other. Each other. We help each other എന്ന് നമുക്ക് എഴുതാം. മനസ്സിലായോ? Yes, teacher. ഇനി we should all love. We should all love One another. എല്ലാവരെയും എന്നാണ് പറഞ്ഞേക്കണേ അല്ലെ. അപ്പൊ എന്താണ്? വൺ അനദർ. നമ്മൾ എല്ലാവരെയും പരസ്പരം അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നു. The two brother love Each other. ഓക്കെ, വെരി ഗുഡ് അല്ലെ. ഈച്ച് അതർ. ഷാരോൺ എന്താ മിണ്ടണില്ലേ അവിടെ? ഇതിന്റെ ആൻസർ ഷാരോൺ പറയണേ. The couple spoke to couple. കപ്പിൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എത്ര പേരുണ്ട്? Each other. ഈച്ച് അതർ. 2 പേരുണ്ട് അല്ലെ, ഈച്ച് അതർ. ഇനി അടുത്തതും ഷാരോൺ തന്നെ പറയണേ. All of them hate dash. One another. One another. One another കേട്ടോ. അപ്പോ രണ്ടിന്റെ വ്യത്യാസം മനസ്സിലായില്ലേ? മനസ്സിലായി. ചേർക്കേണ്ടതെന്നൊക്കെ മനസ്സിലായി അല്ലേ. ഇനി അടുത്ത, അപ്പൊ ഈ പ്രോനൗൺ അവിടെ കഴിഞ്ഞു. റെസിപ്രോക്കൽ പ്രോനൗൺ അല്ലെ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതാണ്. മനസ്സിലായോ? അതാണ് റെസിപ്രോക്കൽ എന്ന് പറയുന്നത് അല്ലെ. ഒന്ന് ഇതാണെങ്കില് മറ്റൊന്നിന് നമ്മളിങ്ങനെ കുണിക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ, ഇങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ. റെസിപ്രോക്കൽ മീൻസ്. ഇനി ഇന്ററോഗേറ്റീവ്, ആ വേടി തന്നെയുണ്ട് അല്ലെ, ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ. എന്താണ് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്? ഇൻട്രോഗേറ്റീവ് അല്ലെ, എന്താണ്? അതന്നെ കറക്റ്റ് ആണ് അല്ലെ. ടു യൂസ് എന്താണ്, that are used to ask questions അല്ലെ, that are used for asking. to ask questions അല്ലെ. ക്വസ്റ്റ്യൻസ്
ചോദിക്കാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ് ഉപയോഗിക്കുന്നത് അല്ലെ? അപ്പോ 6 ടൈപ്പ് ഉണ്ട് അല്ലെ? അത് എന്താണ്? ഹൂ അല്ലെ? ഇൻട്രോഗേറ്റീവ് ആയിട്ട് ഹൂം, ഹൗ, അല്ലെ? എന്താണ്? 5 ആണ് കേട്ടോ. ഹൂം, ഹൂസ്, വാട്ട്, വിച്ച് അല്ലെ? 5 അല്ലേ ഉള്ളത്? 6 അല്ല 5 അല്ലെ? 5 ടൈപ്പാണ് ഉള്ളത്. എന്ത്? ഈ പറഞ്ഞിട്ടുള്ള ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ് എന്ന് പറയുന്നത് അല്ലെ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഹൂ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ഹൂ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും പേഴ്സൺസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ്. പേഴ്സൺ അല്ലെ? ഹൂ ഇസ് ദാറ്റ് പേഴ്സൺ അല്ലെ? ഉപയോഗിക്കാലോ. ഹൂ ഈസ് ദാറ്റ് പേഴ്സൺ എന്ന് ഉപയോഗിച്ചൂടെ? ആ വ്യക്തി ഏതാണെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ലേ? അപ്പൊ ആര് എന്നുള്ള ഒരു മീനിങ് ആണ് അവിടെ വന്നത്. ആരുദ്ദേശിച്ചാണ്? ഒരു പേഴ്സൺ അല്ലെ? വ്യക്തി വെച്ച്. ഇനി അടുത്തത് ഹൂം. അതും എന്ത് തന്നെയാണ്? പേഴ്സണെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? ഒരു വ്യക്തിയെ എന്താണ്? വ്യക്തികളെ തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ? ഹൂം ഡിഡ് യു ഇൻവൈറ്റ് അല്ലെ? ആരാ നിന്നെ ക്ഷണിച്ചത്? ഹൂം ഡിഡ് യു ഇൻവൈറ്റ് അല്ലെ? അപ്പൊ ആരാണ് നിന്നെ ക്ഷണിച്ചത്? അപ്പൊ ഇതിനൊക്കെ വ്യക്തമായ ഒരു ആൻസർ അവിടെ കിട്ടിയിരിക്കും അല്ലെ? ഇനി ഹൂസ് ആണെങ്കിലോ ആരുടെ? അതൊരു പൊസസീവ്നെസ്സോടുകൂടി അല്ലെ? പൊസസീവായിട്ട് ചോദിക്കുന്നതാണ് ഈ ഹൂസ് എന്ന് പറയുന്നത്. അതും പേഴ്സൺ തന്നെയാണ്, പേഴ്സൺസിനെയാണ് അത് വരുന്നത്. ഹൂസ് ബുക്ക് ഇറ്റ് ഈസ് അല്ലെ? ഹൂസ് ബുക്ക് ഇറ്റ് ഈസ്. ഇത് ആരുടെ ബുക്കാണ് അല്ലെ? ഇത് ആരുടെ ബുക്കാണ് അല്ലെ? ഒരു പൊസസീവായിട്ട് ആണത് ചോദിക്കുന്നത്. പൊസസീവ് ആയിട്ടുള്ള ഒരു നമുക്ക് ആൻസർ വരുമ്പോ അങ്ങനെയാണ് കിട്ടുക. അപ്പൊ പൊസസീവ് ആയിട്ടുള്ള ആ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ഹൂസ് അതും പേഴ്സണെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി വിച്ച്. വിച്ച് എന്താ? ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെയൊക്കെ അല്ലെ? ഏത് അല്ലെ? ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് വിച്ച് വെച്ച് ചോദിക്കാം. വിച്ച് book are you reading? അല്ലെ? ഏതാണ് നിങ്ങൾ വായിക്കുന്ന ആ പുസ്തകം എന്ന് ചോദിക്കുകയാണ് അല്ലെ? അപ്പോ എന്താണ് പുസ്തകം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തിനെ സൂചിപ്പിക്കാനാണ് ഉപയോഗിച്ചത്? ഒരു ഒബ്ജക്റ്റിനെ സൂചിപ്പിക്കാനായിട്ടാണ് ഇവിടെ അത് ചേർത്തത്. ഇനി വാട്ട് ചേർക്കും അല്ലെ? വാട്ട് ഈസ് ദിസ്? ഇതെന്താണ് അല്ലെ? വാട്ട് ഈസ് ദിസ്? വാട്ട്സ് യുവർ നെയിം അല്ലെ? അങ്ങനെ ഒരുപാട് കാര്യങ്ങള് നമ്മുടെ ഓരോ എന്താണ് ഒരു ഐഡിയാസും കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ വാട്ട് ഉപയോഗിക്കാം. ഓക്കെ ആയോ? ഐഡിയാസും തിങ്സ് ഒക്കെ അല്ലെ? ഇതൊക്കെ ഇതിനൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് വാട്ട് എന്ന ഇൻട്രോഗേറ്റീവ് വേർഡ് ഉപയോഗിക്കാം. അതും എന്ത് ചെയ്തു? ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ അവിടെ കഴിഞ്ഞു. ഓക്കെ ആയല്ലോ? ഓക്കെ ടീച്ചർ. ഇത് സംശയമുണ്ടോ ഞാൻ ഈ പറഞ്ഞ റെസിപ്രോക്കലിലും അതേപോലെ തന്നെ ഇൻട്രോഗേറ്റീവിലും? നോ ടീച്ചർ. ഇല്ല അല്ലെ? അപ്പൊ അടുത്തയിലേക്ക് പോയാണ് കേട്ടോ. റിലേറ്റീവ് പ്രോനൗൺസ്. റിലേറ്റീവ് പ്രോനൗണില 6 ടൈപ്പാണ് റിലേറ്റീവ് പ്രോനൗൺ ഉള്ളത്. ഒന്ന് ഹൂ. അതായത് ഇവർ തമ്മിൽ ഈ ഇൻട്രോഗേറ്റീവ് പ്രോനൗണും റിലേറ്റീവ് പ്രോനൗണും കുറച്ച് എന്താണ് അവയില് വേർഡുകളൊക്കെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതായത് നൗണിനോ പ്രോനൗണിനോ പകരമായി വരുന്ന മറ്റൊരു നൗൺ വേർഡ് ആണ് എന്ന് പറയുന്നത് റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതായത് 2 സെന്റൻസുകളെ തമ്മിൽ യോജിപ്പിക്കാനായിട്ടാണ് നമ്മൾ ഏത് പ്രോനൗൺ ഉപയോഗിക്കുന്നത്? റിലേറ്റീവ് പ്രോനൗൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത് നൗണിനോ പ്രോനൗണിനോ പകരമായിട്ട് അവിടെ എന്ത് വരുന്നു?
പകരമായി വരുന്ന ഒരു നൗൺ ആണ് എന്തെന്ന് പറയുന്നത്, റിലേറ്റീവ് പ്രോണൗൺസ് എന്ന് പറയുന്നത്. ഓക്കെ ആയല്ലോ? ഓക്കെ ടീച്ചർ. അതായത് ഒരു ആപേക്ഷികമായി തന്നെ, റിലേറ്റീവ് മീൻസ് അതിനെ എന്താണ്, ആപേക്ഷികമായിട്ട് തന്നെ അല്ലെ. റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഉണ്ട് കേട്ടോ, രണ്ട് മീനിങ് ഉണ്ട് അല്ലെ. റിലേറ്റീവ്, ആ റിലേറ്റീവ് അല്ല, ഒരു റിലേറ്റീവില് ബന്ധങ്ങള് അല്ലെ. അതുമായിട്ട് ആപേക്ഷികമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ. ആപേക്ഷികതയാണ് അല്ലെ പഠിച്ചതല്ലേ, ആപേക്ഷിക സിദ്ധാന്തമൊക്കെ പഠിച്ചിട്ടുണ്ടാ? പഠിച്ചിട്ടില്ലേ ജാസ്മിൻ? ആപേക്ഷിക സിദ്ധാന്തം പഠിച്ചിട്ടില്ലേ? ഇല്ല ടീച്ചർ. നോ ടീച്ചർ. ഇല്ലേ? ജാസ്മിൻ എന്താണ് എന്തെങ്കിലും വർക്ക് ചെയ്യണുണ്ടോ? ഇപ്പൊ ഇല്ല ടീച്ചർ. എപ്പോഴും വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ? എന്തായിട്ടാ വർക്ക് ചെയ്തേക്കണേ? ടീച്ചറായി. ടീച്ചറാണ്. എന്നിട്ടാണ് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ടീച്ചറാണ് ഈ പറഞ്ഞ റിലേറ്റീവ് അല്ലെ, ഈ പറഞ്ഞ ആപേക്ഷിക സിദ്ധാന്തമൊക്കെ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് കഷ്ടായല്ലോ ടീച്ചർ. അത് മലയാളത്തിൽ മനസ്സിലായില്ല ടീച്ചർ, അതാണ്. എന്താണ് ടീച്ചർ, മലയാളത്തിൽ പറഞ്ഞപ്പോ അത് മനസ്സിലായില്ല. ഓക്കെ. നമ്മള് യുറേക്ക എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? പഠിച്ചിട്ടില്ലേ? ഉണ്ട് ടീച്ചർ. ഉണ്ട് അല്ലേ? അതൊക്കെ എന്താണ് നിങ്ങള് അറിഞ്ഞാൽ മതി കേട്ടോ. കപ്പല് വെള്ളത്തിലേക്ക് വീഴുന്നതും അല്ലെ, അവിടുന്ന് ആ ജലം മാറിപ്പോകുന്നതും ഒക്കെ അല്ലെ, അതിന്റെ ആപേക്ഷികത അനുസരിച്ച് വരുന്ന ഭാരമൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ കുട്ടികളെ. നാളെ അവരെ പഠിപ്പിക്കാനുള്ളതല്ലേ, ഏത് തരത്തില് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾക്കത് പറഞ്ഞു കൊടുക്കാൻ ടീച്ചർ എന്ത് ചെയ്യണം, അപ് ടു ഡേറ്റ് ആയിരിക്കണം ഓരോ ടീച്ചർ കേട്ടോ എപ്പോഴും. അപ്പോ റിലേറ്റീവ് പ്രോണൗൺസ് 6 ടൈപ്പ് റിലേറ്റീവ് പ്രോണൗൺസ് അല്ലെ ഉണ്ട് അല്ലെ. അപ്പോ രണ്ട് സെന്റൻസുകളെ അല്ലെ ജോയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് റിലേറ്റീവ് പ്രോണൗൺസ് എന്ന് പറയുന്നത് അല്ലെ. എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ജോയിൻ ദ 2 സെന്റൻസസ് അല്ലെ, രണ്ട് സെന്റൻസ്. അപ്പൊ അതിന്റെ മീനിങ് മാറാതെ തന്നെ ആ സെന്റൻസുകൾ എന്ത് ചെയ്യുന്നു, യോജിപ്പിക്കുന്നു അല്ലെ. അപ്പൊ എങ്ങനെയുള്ളത്? അതിന്റെ നൗണിനോ പ്രോനൗണിനോ പകരമായിട്ട് വരുന്ന മറ്റൊരു നൗണാണ് റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. അതില് 6 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ഈസ് ഹൂ, whose, whom, that, what, which. അങ്ങനെ 6 ടൈപ്പ് എന്തുണ്ട്, 6 തരത്തിലാണ് നമുക്ക് റിലേറ്റീവ് പ്രോണൗൺസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. കേട്ടില്ലേ? എക്സാമ്പിൾ, I saw a man. I saw a man. He was blind. ഞാനൊരു മനുഷ്യനെ കണ്ടു, അയാൾ എന്താണ്, ബ്ലൈൻഡ് ആണ് അല്ലേ. അപ്പൊ നമുക്കിത് തമ്മിൽ യോജിപ്പിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ മലയാളത്തിൽ പറയാൻ പറ്റും? പറയൂ. ഞാനൊരാളെ കണ്ടു, അയാൾ അന്ധനായി. ഞാനൊരാളെ കണ്ട് ആ ആള് അന്ധനാണ് അല്ലേ. അല്ലെ, അങ്ങനെയല്ലേ പറയുള്ളൂ. വീണ്ടും അവനൊക്കെ നമ്മൾ യൂസ് ചെയ്യല് കുറവായിരിക്കുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം,
I saw a man. അല്ലെ? പകരമായിട്ട് ഹീയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചേർക്കുന്നു? ഹൂ എന്നുള്ള ഇത് ചേർക്കും. Who was blind, അല്ലെ? I saw a man who was blind, അല്ലെ? ഞാൻ പറഞ്ഞല്ലോ, പ്രോനൗണോ നൗണോ പകരമായിട്ട് വരുന്ന മറ്റൊരു നൗണാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന റിലേറ്റീവ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? അല്ലെങ്കിൽ she is one of the girls dash know the answer, അല്ലെ? ഇവിടെ എന്താ, ആരെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു പേഴ്സണെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്, അല്ലെ? പേഴ്സൺ ആണെങ്കിൽ വരുന്നതെങ്കിൽ നമുക്ക് ഹൂ എന്ന് ചേർക്കാം. പേഴ്സൺ ആണെങ്കിൽ നമുക്ക് എന്താക്കാം? ഹൂ എന്ന് ചേർക്കാം, അല്ലെ? അപ്പോ ഇവിടെ ഒരു നിയമം വന്നോ എന്താണ്, എപ്പോഴും എന്ത് വരും? ഹൂ അല്ലെങ്കിൽ ഹൂ കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു വെർബായിരിക്കും അവിടെ വരിക, കേട്ടോ? ഹൂ കഴിഞ്ഞാല് ഒരു വെർബ് അവിടെ വരും, അല്ലെ? ഇനി അല്ലാതെ വരുന്നതുണ്ട്. അതായത് അല്ലാതെ വരുന്നതെന്ന് വെച്ചാല് she is the girl who has written, അല്ലെ? അപ്പൊ എന്തെന്നാണ് ഇവിടെ ശ്രദ്ധിച്ചേ? ഇവിടെ എന്താണ് ഹൂ കഴിഞ്ഞിട്ട് വന്നേക്കണത്? എന്തെന്നാണ്? ഹാസ്. ഹാസ്, അല്ലെ? ഹാസ് എന്തിൽ പെടും? ഹാസ്, ഹാവ്, ഈസ്, ആവ്, ആമ്, ഇതൊക്കെ എന്തിലാ പെടുന്നത്? എന്തിൽ പെടും ജാസ്മിൻ? ഹെൽപ്പിംഗ് വെർബ് എന്ന് കേട്ടിട്ടില്ലേ? ഹെൽപ്പിംഗ് വെർബ് ഓ ഓക്സിലറി വെർബ്, അല്ലെ? ഓക്സിലറി വെർബിലോ അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബിലോ പെടുന്നതാണ് ഈ ഹാസ്, ഹാവ്, വില്ല്, ഷാല്, ഷുഡ് അങ്ങനെയൊക്കെ വരുന്ന എന്താണ് ഒരുപാട് ഹെൽപ്പിംഗ് വെർബിൽസ് ഉണ്ട്, അല്ലെ? ഒരു 24 types ഓഫ് ഹെൽപ്പിംഗ് വെർബ്സ് ആർ ഹിയർ, അല്ലെ? അങ്ങനെ ഇഷ്ടംപോലെ ഹെൽപ്പിംഗ് വെർബുകൾ ഉണ്ട്, കേട്ടോ? അപ്പോ അവിടെ എന്താണ് അവിടെ വരുന്നത്? ഹൂ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ രണ്ട് നിയമങ്ങളാണ്. ഹൂ കഴിഞ്ഞാൽ എന്താണ് ഉടനെ എന്ത് വരാം? വെർബ് വരാം. അത് കഴിഞ്ഞ് ചിലപ്പോ ഓക്സിലറി വെർബും വരാം. മനസ്സിലായോ? ഹൂ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വരും? എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട്? വെർബ് വരാൻ ചാൻസ് ഉണ്ട്. അല്ല എങ്കിൽ ഹൂ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താണ്? ഓക്സിലറി വെർബ്. അപ്പോ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാട്ടോ, എപ്പോഴൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന്. ഹൂ ആണെങ്കില് ഹൂ പേഴ്സൺസ്, അല്ലെ? വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഹൂ എന്ന് ഉപയോഗിക്കാം. ഹൂം ആണെങ്കിലും എന്ത് തന്നെയാണ്? പേഴ്സണെ തന്നെയാണ്. ഹൂസ് എന്ന് പറയുന്നതും എന്താണ്? ആരുടെ എന്നൊക്കെ പറയുന്നത് പേഴ്സൺസിനെ കുറിച്ചും അനിമൽസിനെ കുറിച്ചും തിങ്സ് സാധനങ്ങള്, റിവേഴ്സ്, അല്ലെ? നദികള്, കൺട്രീസ് ഇതിനെ കുറിച്ചൊക്കെ പറയുമ്പോഴേ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹൂസ് ഉപയോഗിക്കാം. ഓക്കെ ആയോ? ഇനി ദാറ്റ് ആണെങ്കില് പേഴ്സൺസ്, അല്ലെ? വ്യക്തികളെ കുറിച്ചോ അല്ല എങ്കിൽ തിങ്സ് സാധനങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അനിമൽസിനെ കുറിച്ചോ ഒക്കെ പറയുന്ന സമയത്ത് ദാറ്റ് നമുക്ക് ഉപയോഗിക്കാം. റിലേറ്റീവ് പ്രോനൗൺ ആയിട്ട്
ദാറ്റ് ഉപയോഗിക്കാം. വിച്ച് ആണെങ്കിൽ സാധനങ്ങളോ തിങ്സ്, അനിമൽസ്. ഇനി വാട്ട് ആണെങ്കിൽ our ideas or things. ഇതൊക്കെ സൂചിപ്പിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഷാരോൺ ഒന്ന് വായിച്ചപ്പോ who എപ്പോ ഉപയോഗിക്കുന്നു, whom എപ്പോ ഉപയോഗിക്കുന്നു എന്നൊക്കെ. ചേർത്ത് whom പേഴ്സൺ, whose പേഴ്സൺ, ആനിമൽ, തിങ്, റിവേഴ്സ്, കൺട്രീസ് ഒക്കെ സൂചിപ്പിക്കുന്നു. ദാറ്റ് പേഴ്സണൽ, തിങ്സ്, ആനിമൽ ഒക്കെ സൂചിപ്പിക്കുന്നു. വിച്ച് തിങ്സ്, ആനിമൽസ് ഒക്കെ സൂചിപ്പിക്കുന്നു. വാട്ട് ഐഡിയാസ്, തിങ്സ് ഒക്കെ സൂചിപ്പിക്കുന്നു. മനസ്സിലായല്ലോ? മനസ്സിലായി മിസ്. കഴിഞ്ഞട്ടോ, ഈ പ്രോനൗൺ കഴിഞ്ഞു കേട്ടോ. ഇതോടുകൂടി കഴിയണേ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർന്നു. ഇനി ഞാൻ എഴുതാണ്, ദിസ് ഈസ് സന്ദീപ് who we are waiting for. ഇനി ദിസ് ഈസ് സിറിൽ, രണ്ടാമത്തെ കേട്ടോ, who is talking to. ഈ രണ്ട് സെന്റൻസുകൾക്കും വല്ല പ്രത്യേകതകളും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? സെക്കൻഡ് സെന്റൻസ് ഒന്ന് റീഡ് ചെയ്ത് തരൂ. സെക്കൻഡ് സെന്റൻസ് ഒന്ന് റീഡ് ചെയ്ത് തരൂ. ഇതിനകത്ത് കറക്റ്റ് ഏതാണെന്നല്ല ഞാൻ ചോദിച്ചത്. ഈ സെന്റൻസുകളിൽ വല്ല പെക്യുലാരിറ്റീസും ഉണ്ടോ നോക്കിയിട്ട്. രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് റീഡ് ചെയ്ത് തരൂ. ദിസ് ഈസ് സിറിൽ who he is talking to. മനസ്സിലായോ ജാസ്മിൻ? എഴുതണോ ഒന്നും കൂടി അത്? വേണ്ട ടീച്ചർ. ഇതിനകത്തെ പ്രത്യേകത, ഇത് ലാസ്റ്റ് എന്താ കിടക്കണത്? ടു. പിന്നെ മറ്റേ സെന്റൻസില് 4 അല്ലേ? അപ്പോ ഈ 2, 4 ഇതൊക്കെ എന്താണ്? ഇൻ, ഓൺ, ഇതൊക്കെ എന്താണ്? നാം പഠിച്ചെന്നാണ് ഇതിനെ കുറിച്ചൊക്കെ. ഏത് ഒരു പ്രോണൗൺ പഠിച്ചിട്ടുണ്ടല്ലോ, പ്രപ്പോസിഷൻ അല്ലേ? ഇതൊക്കെ എന്താണ്? ഗദ്യവാക്യങ്ങൾ എന്നൊക്കെ പറഞ്ഞില്ലേ, പ്രപ്പോസിഷൻ ആണല്ലേ? അങ്ങനെ അവസാനം, സെന്റൻസിന്റെ അവസാനം പ്രപ്പോസിഷൻ ആണെങ്കിൽ അവിടെ എന്ത് ചേർത്തിരിക്കണം? സബ്ജക്റ്റിന് മുന്നിലായിട്ട് എന്ത് ചേർക്കാം? രണ്ടാമത്തെ എന്താണ് സെന്റൻസ് ആരംഭിക്കുമ്പോൾ അല്ലെ? ഇപ്പൊ ഇങ്ങനെ ആയിരിക്കുള്ളൂ വന്നേക്കണത്. ദിസ് ഈസ് സന്ദീപ് we are waiting for അല്ലെ? ഇങ്ങനെയാണ് വന്നേക്കുന്നത്. സെന്റൻസ് ഇങ്ങനെ വരുന്നു അല്ലെ? അപ്പൊ എന്ത് ചെയ്യുന്നു നമ്മൾ ഇവിടെ? എന്ത് ചെയ്യുന്നു? ആ ഫുൾ സ്റ്റോപ്പ് ഒക്കെ മാറ്റിയിട്ട് സന്ദീപ് ഹൂ അല്ലെ? എന്തായിരുന്നു? ഹൂ വി ആർ വെയിറ്റിംഗ് ഫോർ. അപ്പൊ എന്ത് ശ്രദ്ധിച്ചിട്ട് വേണം? ഈ പ്രപ്പോസിഷൻ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? എന്ത് ചേർക്കാൻ? ഹൂ ചേർക്കാനായിട്ട്. അപ്പൊ ഇവിടെ പ്രപ്പോസിഷൻ ആണ് വരുന്നതെങ്കിൽ ഒരു സെന്റൻസിന്റെ
അവസാനം പ്രപ്പോസിഷൻ ആണ് വരുന്നതെങ്കിൽ എന്താണ്? അതെന്തായിരിക്കും? അവിടെ ചേർക്കേണ്ടത് ഹൂ എന്നായിരിക്കും. ഓക്കെ ആയോ? Yes, teacher. ഓക്കെ ആയില്ലേ? Okay. അപ്പൊ നമ്മൾ ഇത്ര എടുക്കണുള്ളൂ. ഒന്ന് അടുത്ത ക്ലാസ്സിൽ ആയിരിക്കുള്ളൂ കുറച്ചും കൂടി ഹൂസ് ഹൂമ് ഇതും കൂടി വെച്ചുള്ളതൊക്കെ കൂടി പറഞ്ഞു തരുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല ടീച്ചർ. പിന്നത്തേയില് ഒരു സംശയം തോന്നണില്ലേ? ടീച്ചർ ഇതൊന്നുകൂടെ പറഞ്ഞുതരാൻ പറ്റും? ഏതാണ്? ദിസ് ഇസ് സന്ദീപ്, ആ ഒരു സെന്റൻസിന്റെ So this is സന്ദീപ്. അല്ലെ? അടുത്ത സെന്റൻസ് we are waiting for. അല്ലെ? എന്താണ്? ഇതാണ് സന്ദീപ്. ഞങ്ങൾ വെയിറ്റ് ചെയ്തത് ആർക്ക് വേണ്ടിയാണ്? സന്ദീപിന് വേണ്ടിയാണെന്നാണ് പറയുന്നത് അല്ലെ? അപ്പോ നമ്മളവിടെ എന്ത് ചേർക്കാം? റിലേറ്റീവ് പ്രോണൗൺ ചേർക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് ആ സെന്റൻസ് വായിച്ചിട്ട് ആ സെന്റൻസിന്റെ ലാസ്റ്റ് എന്താവുന്നിരിക്കും? ഫോർ അല്ലെ? ആ ഫോറിന് എന്തെന്ന് പറയണം നമ്മള്? എന്തെന്നാ പറയണ? പ്രപ്പോസിഷൻ എന്നാ പറയുന്നത് അല്ലെ? ആ പ്രപ്പോസിഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോ രണ്ട് സെന്റൻസുകൾ തമ്മിൽ എന്ത് ചെയ്യിപ്പിക്കുക? യോജിപ്പിക്കുക എന്നുള്ള, കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യ പ്രധാന കടമ എന്ന് പറയുന്നത് റിലേറ്റീവ് പ്രോണൗൺ അല്ലെ? ദിസ് ഈസ് സന്ദീപ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് എഴുതണം? അത് കഴിഞ്ഞിട്ടോ? We are waiting for. Oh, very correct. We are waiting for. ഓക്കെ ഇല്ലേ? ഇവിടെ ടു ഒക്കെ ആണെങ്കിലോ? ടുവോ ഇന്നോ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചേർക്കണം? ലാസ്റ്റ് ഇതാണെങ്കില് അങ്ങനെയാണ് പ്രപ്പോസിഷൻ ആണ് വരുന്നതെങ്കിൽ എന്ത് ചേർത്തോളണം? ഹൂ ചേർത്തോളണം. ടീച്ചർ അവിടെ ഹൂം എന്ന് വരോ? WHOM? ഇല്ല, അവിടെ വരില്ല. ആരെ കാത്തുനിന്ന് വേണ്ടി എന്ന് നമ്മൾ പറയോ? അതപ്പോ സെന്റൻസ് അപ്പാടെ മാറും. ആരാണ് കാത്തുനിന്നതെന്നോ ആരെയാണ് കാത്തുനിന്നല്ലേ വരുള്ളൂ അല്ലെ? ദിസ് ഈസ് സന്ദീപ്. എന്താണ്? ഹൂം വി ആർ വെയിറ്റിംഗ് ഫോർ എന്ന് എഴുതി കഴിഞ്ഞാല് അത് ആ സെന്റൻസ് തെറ്റാണ് കേട്ടോ. ഓക്കെ അല്ലോ? ഇനി എന്താണ് കുറച്ചും കൂടെ ഉള്ളൂ. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞത് തീരും. ഇനി ഇത്രയും പഠിച്ചതില് ടൈപ്സ് ഓഫ് പ്രോണൗൺസ് ഇത്രയും പഠിച്ചതില് നൗൺസ് പഠിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? അതൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയേ നിങ്ങള്. ഇനി വേറെ ഇല്ലേ? ഇനി ഇല്ലേ? എന്താണ്? പ്രോണോൺ കഴിഞ്ഞാ പിന്നെ വേറെ ഇല്ലേ? ഉണ്ട്. പ്രോണൗൺ ഇനി വേറെ ഉണ്ട് കേട്ടോ. നമ്മള് സ്പീച്ച് പഠിക്കും, ടാഗ് പഠിക്കും കേട്ടോ, ടെൻസസ് പഠിക്കും കേട്ടോ. ബേസ് ഉണ്ടല്ലേ? അതുകൊണ്ട് പിന്നെ ടെൻസ് പഠിക്കും ഇത് കഴിഞ്ഞിട്ട്. ഒന്ന് ഓർത്ത് നോക്ക് എല്ലാം. ഇത്രയും പഠിച്ചതൊക്കെ എന്തായാലും നോട്ട്സ് ഒക്കെ കയ്യിലുണ്ടാവില്ല ഇപ്പൊ അല്ലേ? ഒന്ന് വായിച്ചു നോക്കിയേ ജസ്റ്റ് ഒന്ന്. ഷാരോൺ വായിച്ചൊക്കെ നോക്കിയേ. ഷാരോൺ നോട്ട്സ് ഒക്കെ വെച്ചിട്ട് വേഗാവട്ടെ കേട്ടോ. ഓക്കെ മിസ്.
എന്തേലും സംശയം ചോദിക്കട്ടോ. ഈ തന്നേക്കണ ഇത് കണ്ടില്ലേ? ഡാഷ് ഈസ് മൈ ഹൗസ് അല്ലേ? ഇതില് ദിസ് ആണോ ദാറ്റ് ആണോ ചേർക്ക? അല്ലേ? ദിസ് ദാറ്റും നമുക്ക് ചേർക്കാം അല്ലെ? എങ്ങനെയാണ് രണ്ടും ചേർക്കാൻ പറ്റുന്നത്? നമ്മള് അടുത്താണെങ്കിൽ അല്ലെ, നിയർ ആണെങ്കിൽ എന്ത് പറയാം? ദിസ് ഈസ് മൈ ഹൗസ് അല്ലെ? കുറച്ചുകൂടെ അകലെ ആണെങ്കിലോ? ദാറ്റ് ഈസ് മൈ ഹൗസ് കേട്ടോ. ഓക്കെ, അത് ഇതിന്റെ ഉത്തരം എന്തായിരിക്കുള്ളൂ ഷാരോൺ? We decorated the room dash അല്ലേ? യൂസ് റിഫ്ലക്സീവ് പ്രോനൗൺ എന്നാണ് വന്നേക്കുന്നത് കേട്ടോ. റിഫ്ലക്സീവ് പ്രോനൗൺ ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് ഷാരോൺ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? എന്തുപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യും? പറയൂ ഷാരോൺ. പറയൂ ഷാരോൺ. മിസ് തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, പറഞ്ഞോ. പറഞ്ഞോളൂ ഷാരോൺ. ജാസ്മിൻ, അവിടെ റിഫ്ലക്സീവ് പ്രോനൗൺ ഏതൊക്കെയാണ്? റിഫ്ലക്സീവ് പ്രോനൗണ് ഷാരോൺ അതല്ലേ? മൈസെൽഫ്, യുവർസെൽഫ് അല്ലേ? ഹിംസെൽഫ്, ഹെർസെൽഫ് അല്ലേ? റിഫ്ലക്സീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ അല്ലേ? ഉദാഹരണമായിട്ട് ഞാൻ എന്ത് ചെയ്താൽ വി ഡെക്കറേറ്റഡ് അവർ റൂം അല്ലെ? വി ഡെക്കറേറ്റഡ് ദ റൂം ഡാഷ്. വി ആണ് വന്നേക്കുന്നത്. ഈ വരുമ്പോൾ എന്ത് വരണം? റിഫ്ലക്സീവ് പ്രോനൗൺ മനസ്സിലായോ? ഷാരോൺ കിട്ടി മിസ്സേ.
എന്ത് ചേർക്കണം? ഹി ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോ ഹി വന്നാൽ എന്തെന്നായിരിക്കണം റിഫ്ലക്സീവ് പ്രോനൗൺ? ഹിംസെൽഫ്. ഹിംസെൽഫ്. ഷാരോൺ ഒന്നും മിണ്ടല്ലോ. ഷാരോണിന് മനസ്സിലായില്ലേ? മനസ്സിലായി മിസ്സേ. He was himself. Okay ഇല്ലേ? ഇനി ഇത് എംഫാറ്റിക് പ്രോനൗണിലേക്ക് ആകണമെങ്കിലോ? ഏത് പ്രോണൗൺ ആണ്? എംഫാറ്റിക്കിലേക്കാണ് വന്നത് എങ്കിലേ റിഫ്ലക്സീവ് ആണ് നമ്മള് എഴുതിയത് അല്ലെ? റിഫ്ലക്സീവ് പ്രോനൗൺ ആണ് നമ്മള് റിഫ്ലക്സീവിലായാലും കുറച്ചുകൂടി എംഫാറ്റിക് ആയിട്ട് പറയുകയാണെങ്കിലോ? ഞാൻ തരാം. He himself bought a new car. ഇതിനെ ഒന്ന് എംഫാറ്റിക് പ്രോനൗൺ ആക്കിയേ. They themselves told him. They themselves told him. ഞാൻ പഠിപ്പിച്ചെന്നോ തന്നെയാണ് ചോദിച്ചത് അല്ലേ? They themselves told him. Okay ഇല്ലേ? ഇതിനകത്ത് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസിനെ ഒന്ന് വേർതിരിച്ചേ. ഷാരോൺ, 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 മിസ്സേ. which is countable and which is uncountable nouns in this? എയർ, വെയർ, ഇത് ഇതിനാ പറഞ്ഞ കൗണ്ടബിൾ ആണ് അൺകൗണ്ടബിൾ ആണ് പറയണ. കൗണ്ടബിൾ. കൗണ്ടബിൾ ഏതൊക്കെയാണ്? എയർ. കൗണ്ടബിൾ അതാണോ ഷാരോൺ? ഷാരോൺ, what is countable? Quantified with a number അല്ലേ? One books. പിന്നെ സ്ക്രീൻ പോയി. പറഞ്ഞോ. വൺ ബുക്സ് ഇതൊക്കെ അൺകൗണ്ടബിൾ ആണ്. എന്താണ് അൺകൗണ്ടബിൾ ആണോ ജാസ്മിൻ? അല്ല ടീച്ചർ, countable noun 2 pens, bag, 1 book are countable noun. Uncountable is sugar, water, air are uncountable. ഷാരോൺ മനസ്സിലാക്കണം. ഷാരോൺ, കൗണ്ടബിൾ എന്ന് വെച്ചാൽ നമുക്ക് എണ്ണാൻ പറ്റുന്നത്, എണ്ണമുള്ളത് അല്ലെ? 1 ബുക്ക്, 2 പെൻ, ബാഗ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് എണ്ണാൻ പറ്റില്ലേ?
എണ്ണാൻ പറ്റും. പറ്റും അല്ലെ? എന്നാല് എണ്ണാൻ പറ്റാത്തതാണ് അൺകൗണ്ടബിൾ എന്ന് പറയുന്നത്. അതായത് എയർ, ഷുഗർ അല്ലെ, വാട്ടർ, ഇതൊക്കെ നമുക്ക് എണ്ണാൻ പറ്റോ? ഇല്ല. ഇല്ല. മനസ്സിലായോ അത്? മനസ്സിലായി മിസ്സേ. ആ. ഈ ഫാമിലി എന്ന് പറയുന്നത് എന്ത് നൗണാണ് ജാസ്മിൻ? ജാസ്മിൻ, ഫാമിലി എന്ന് പറയുന്നത് എന്ത് നൗണാണ്? കൗണ്ടബിൾ. എന്താണ്? അതല്ല, കൗണ്ടബിൾ ഒന്നും കഴിക്കുമല്ലോ. ഇനി ഫാമിലി എന്ന് പറഞ്ഞാല് ഏത് നൗണിൽ പെടുന്നതാണത്? പ്രോപ്പർ. പ്രോപ്പർ ആണോ? ആ, ഇതൊക്കെ മറന്ന് അല്ലേ? എല്ലാം ഒരേ സ്ഥലത്ത് അല്ലേ? കളക്റ്റീവ് ഓർക്കണ്ട? കളക്റ്റീവ് ഓർക്കണുണ്ടാ? ഓർക്കണുണ്ട് അല്ലേ? ആ, പക്ഷെ മറന്നു അല്ലേ? മറന്നു. അതേ ഞാൻ പറയണേ ഹാപ്പി. ഹാപ്പി എന്ന് പറയുന്നത് ഏത് നൗണാണത്? പേരൊക്കെ പറയുന്നത് ഏത് നൗണാണ്? ഹാപ്പി എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്ക് തൊടാൻ പറ്റുമോ? ഹാപ്പിനെസ് ആ, അബ്സ്ട്രാക്ട്. അബ്സ്ട്രാക്ട് നൗണാണ്. ഇത് കോൺക്രീറ്റ് ആണ് അല്ലേ? ഓക്കെയോ? ഇതിനകത്ത് ഏത് ചേർക്കും? ഷാരോൺ? ഷാരോൺ മിസ്സേ, ആ, ഇതിനകത്ത് ഏതാ ചേർക്കേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ, ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നതെങ്കിൽ അല്ലെ? ക്വസ്റ്റ്യനിലാണ് ചോദിക്കുന്നതെങ്കില് നമ്മൾ എന്താ ചേർക്കണ്ടെന്നാണ് പറഞ്ഞത്? ഇൻഡെഫിനിറ്റ് പ്രോനൗൺ പഠിച്ചില്ലേ? ഇൻഡെഫിനിറ്റ് പ്രോനൗൺ 16 ടൈപ്പ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്ന് പറഞ്ഞു അല്ലെ? ആ ഇൻഡെഫിനിറ്റ് പ്രോനൗണിന്റെ ഏതാണ് ഇതിനകത്ത് ചേർന്നത്? ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നതെങ്കില് എന്ത് വെച്ചിട്ടുള്ളതായിരിക്കണം? അല്ലേ? അപ്പൊ എന്താണ് ആൻസർ വരിക? മനസ്സിലായോ ഷാരോൺ? മനസ്സിലായി മിസ്സേ. നോക്കണോണ്ടാവുന്ന ഷാരോണെ. Dash of the building surrounded by walls. Either earthquake, each earthquake, neither earthquake.
ഇവിടെ വന്നിരിക്കുന്നത് എന്ത് ഫോമാണ്? പ്ലൂറൽ ഫോമാണ് അല്ലേ? പ്ലൂറൽസ് ആണ്, പ്ലൂറൽ ഫോമാണ് വന്നിരിക്കുന്നത്. അപ്പൊ വരാൻ ചാൻസ് എന്തായത്? ഓരോ ബിൽഡിംഗ്സും എന്തുകൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു? വാൾസ് കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ചേർക്കണം? എയ്തർ ആണ്. എയ്തർ എന്ന് പറയുമ്പോ എങ്ങനെയാണ്? എനി വൺ ഓഫ് എനി വൺ ഓഫ് അല്ലേ? എനി വൺ ഓഫ് ദി ആണ്. അങ്ങനെ വന്നിട്ടുണ്ടോ ഇവിടെ? നെയ്തർ. എയ്തർ എന്ന് വെച്ചാൽ അത് ഒന്നുമില്ല എന്നർത്ഥം. each of the അതല്ലേ? each of the buildings surrounded by walls. Okay. Dash, you can participate competition. either either അല്ലെ? നിങ്ങൾ രണ്ടിൽ ഒരാൾക്ക് either of you can participate competition അല്ലെ? അപ്പോ രണ്ടെണ്ണത്തിന്റെ കമ്പാരിസന് വേണ്ടി അല്ലെ? രണ്ടെണ്ണം അല്ലെ? അതിൽ ഏതെങ്കിലും ഒന്ന് എന്നുള്ളതിൽ നമുക്ക് എന്ത് ചേർക്കാം? either ചേർക്കാം. ഓരോന്നുമാണെങ്കിൽ ഈച്ച് ചേർക്കാം. നെയ്തർ ആണെങ്കിൽ ഒന്നുമില്ല, ഇതൊന്നും പറ്റില്ല എന്ന രീതിയിലാണെങ്കിൽ നമുക്ക് എന്ത് ചേർക്കാം? നെയ്തർ ചേർക്കാം. ഓക്കെയോ? yes teacher. ഇത്രയൊക്കെ നോക്കിയാൽ മതി കേട്ടോ. ഇനി എവരി പേഴ്സൺസ് എന്നൊക്കെ ഉപയോഗിക്കാൻ അല്ലേ? എല്ലാ പേഴ്സൺസും എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റും കേട്ടോ. വേറെ ഒന്നുമില്ലല്ലോ സംശയമായിട്ട്? No teacher. പിന്നെ എല്ലാവരും എന്ത് ചെയ്യാ? ഭക്ഷണം കഴിച്ച് ഇനി ക്ലാസ് ഉണ്ടോ? ഒന്ന് ഷാരോൺ ഒന്നുകൂടി ഒന്ന് വായിച്ചൊക്കെ നോക്കണം കേട്ടോ. അവിടെ വായിച്ചൊക്കെ നോക്കണം കേട്ടോ. ഒന്ന് അന്നന്ന് ചെയ്യുന്നപ്പോ ഒന്ന് വായിച്ച് നോക്കി ഒന്ന് റെഫറൊക്കെ ചെയ്യണം കേട്ടോ. മറക്കാതിരിക്കാൻ കേട്ടോ. എക്സാമിന് വരുമ്പോ അതൊക്കെ ഓർത്ത് വെക്കേണ്ടി വരും കേട്ടോ. ഓക്കെ എന്നാല് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. Okay teacher, thank you. ഓക്കെ.